സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല രാത്രിയെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഒരു അനുഗ്രഹപ്പെട്ട ഒരു രാത്രിയാണ്. അമീകാല സ്തോത്രം നമ്മളെ മധ്യയിൽ സ്തോത്രം പ്രിയ വത്സല്യ അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് കർത്താവ് കൊടുത്ത ദൈവത്തിൻ്റെ ശക്തമേറിയ ദൈവത്തിൻ്റെ ദൂതുകളും ആലോചനകളും ഇന്ന് ശുശ്രൂഷിക്കുന്നത് അമീകാലിയ പ്രിയ അച്ഛനാണ്. ജോൺ തോമസ് എന്നാണ് അച്ഛൻ്റെ പേര്. സ്തോത്രം. ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് വേണ്ടി ആ കുടുംബം ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി യഥാർത്ഥ ദൈവവചനത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം സ്തോത്രം പാരമ്പര്യങ്ങളെല്ലാം അതുപോലുള്ള ആത്മീയ പാരമ്പര്യങ്ങളാണ്. അതിന്ന് വന്നതാണ്. അച്ഛനെ സ്തോത്രം ഇന്ന് ഞാൻ നമ്മളെ സഭയിലേക്ക് ക്ഷണിക്കുന്നു, ഇന്ന് മെസ്സേജിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. പൂർണ്ണമായി അതിൽ ഓരോ വാക്കുകളെ പൂർണ്ണ ഹൃദയത്തോട് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിയ മഹത്വവും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. അനേകം വാക്തത്വങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ആ ദൂതുകളും വാക്തത്വങ്ങളും ഈ പ്രതികൂലത്തിൻ്റെ മധ്യയിലും ദൈവം നമുക്കായി ഒരുക്കി തരും. അപ്പം നിങ്ങൾ ശക്തമായ പ്രാർത്ഥനയോട് ഏറ്റെടുത്തോ, ആ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവും. യേശുവിനാമത്തിൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാണ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രി കാലം കർത്താദാസനോടും കുടുംബത്തോടും സഹവിശ്വാസികളോടും ചേർന്ന് എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യണം. കർത്താവിൻ്റെ ഇന്ന് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസന് ഹൃദയമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും സഹവിശ്വാസികൾക്കും യൂട്യൂബിലൂടെ ലൈവായിട്ടും അല്ലാതെയും കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. സാധാരണ വെള്ളിയാഴ്ച ദിവസം ഈ കോവിഡിൻ്റെ പശ്ചാത്തലം അല്ലാത്ത സമയങ്ങളിൽ വെള്ളിയാഴ്ച പകൽ ആണ് ഫാസ്റ്റിംഗ് പ്രയറായിട്ട് കൂടി വരാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇത് മീറ്റിങ്ങുകൾ സൗകര്യാർത്ഥം എല്ലാ ചർച്ചുകളും മിക്ക ചർച്ചുകളും രാത്രി മീറ്റിങ്ങുകളായിട്ടുമൊക്കെ നടത്തപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അനുഭവത്തോടു കൂടി, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോടു കൂടി ചേർന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നുള്ള മേൽ സ്തുതിക്ക നീ യഹോവയെ. അറിയാവുന്ന പാട്ടാണോ? സ്തോത്രം 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 സ്തോത്രം. ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിതോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിതോളവും, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളവേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരോ, എന്നുള്ളവേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ലോകത്തിനേറ്റ വൈദ്യനാമവൻ നിനക്കോ
രോഗത്തിനേറ്റ വൈദ്യനാമവൻ നിനക്കനാരതോ. വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തന്തയാവൻ. ഓ വയ്ക്കുന്ന നന്മകൾക്കൊരന്തമില്ല തന്തയാവരോ. കാക്കുന്നവൻ കൃപാകരോ ചെക്കില്ലതെല്ലൊരാമയം. കാക്കുന്നവൻ കൃപാകരോ ചെക്കില്ലതെല്ലൊരാമയോ. സ്തുതിച്ചിടാം എന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്കാം നീ യഹോവയെ നിരന്തരോ. എന്നുള്ളമേ സ്തുതിക്കാം നീ യഹോവയെ നിരന്തരോ. ഹല്ലേലൂയ. ദൈവം നമുക്ക് പെരുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. ഞാൻ പാടിയ പാട്ടിൻ്റെ എൻ്റെ അനുഭവത്തിൽ ചേർന്ന് പാടിയതാണ്. അതായത് ഞാൻ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഞാൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പാട്ടിൻ്റെ ചരണങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞതുപോലെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ നമ്മൾ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് പല സമയങ്ങളിൽ നമ്മൾ ചർച്ചകളിൽ കൂടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അടുത്ത സാഹചര്യം അനുസരിച്ച് നമുക്കത് സാധിക്കാതെ വന്നതുകൊണ്ട് രാത്രികാലങ്ങളിലൊക്കെയാണ് മറ്റ് മീറ്റിങ്ങുകളൊക്കെ സൂണിലൂടെയൊക്കെയാണ് നടക്കാറുള്ളത്. ആഴ്ചയിൽ നമുക്ക് 7 ദിവസം ഉള്ളതിൽ മുൻകാലങ്ങളിൽ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ആരാധനയ്ക്കായിട്ട് മാറ്റും. ബാക്കി 6 ദിവസങ്ങളിൽ 5 ദിവസം നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മുൻകാലങ്ങളിലുള്ള കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപുള്ള സാധാരണയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വെള്ളിയാഴ്ച ഒരു ദിവസം പകൽ സമയം ഫാസ്റ്റിംഗ് പ്രയർ, അതായത് മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ, നമ്മുടെ നാടിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നത്. 5 ദിവസവും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമായി. എന്നാൽ ഈ കാലയളവിൽ കോവിഡിൻ്റെ ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം വീടുകളിലിരുന്നുള്ള അല്ലെങ്കിൽ സൂമിലൂടെയൊക്കെയുള്ള മീറ്റിങ്ങുകൾ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസങ്ങളിലും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് നല്ലതായിട്ടാണ് ദൈവത്തിന് സ്തോത്രം കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കോവിഡ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഫ്ലൈറ്റ് സർവീസ് തുടങ്ങണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇന്നൊരു പ്രാർത്ഥന, ഒരു രംഗം, പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ, ഒരു ഇത് എല്ലാ ഭവനങ്ങളിലും, എല്ലാ ചർച്ചുകളിലും, പാർസനേജുകളിലും, എല്ലായിടവും ദൈവദാസന്മാരിലും എല്ലാം ആയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വിഷയത്തിന് എത്രമാത്രം പ്രാധാന്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വിഷയത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ഈ നമ്മൾ ഒരു, അതായത് ആ വിഷയത്തിൻ്റെ പ്രാധാന്യത എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അതായത് നമുക്കതിന് ആവശ്യമുണ്ടോ, നമുക്കത് കാര്യമായിട്ട് വേണ്ടതാണോ എന്ന് ദൈവത്തിനറിയാം. അത് മനസ്സിലാക്കിയായിരിക്കും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഒരു വിഷയം പറയാം. ഒരു അപ്പനോട് ചെന്ന ഒരു മകൻ ഒരു വിഷയം ചോദിച്ചാൽ അതിൻ്റെ സീരിയസ്നെസ്, ആ വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥ ആ അപ്പൻ മനസ്സിലാക്കിയിട്ട് ആയിരിക്കും തീർച്ചയായിട്ടും അവനത് സാധിച്ചു കൊടുക്കുക. ഇപ്പം ഉദാഹരണത്തിന് മോൻ പപ്പയോട് ഒരു ബൈക്ക് വേണമെന്ന് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ചോദിക്കാൻ എനിക്കൊരു ബൈക്ക് വേണം ചോദിച്ചാൽ
പപ്പയ്ക്ക് അറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടതായ ആവശ്യം സാഹചര്യം ഇല്ല, വേണ്ട. അത് പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. ആ പ്രാർത്ഥന, നീ ആ അപേക്ഷ ദൈവം അത് കേൾക്കുന്നുണ്ട്. നിന്റെ പപ്പ അത് കേൾക്കുന്നുണ്ട്, കേൾക്കാതിരിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയെ അതുപോലെ തന്നെ ദൈവം കേൾക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി പറയുന്നില്ല. പപ്പ മറുപടി പറയുന്നില്ല. തരുമെന്നോ തരത്തില്ലെന്നോ മറുപടി പറയുന്നില്ല. പപ്പയ്ക്ക് അറിയാം നിനക്കത് ആവശ്യമില്ല, ഇപ്പോൾ നീ അതിന് സമയമായിട്ടില്ല. പല ചോദ്യങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി തരാത്തതിന്റെ ഉദ്ദേശമാണ്. ദൈവത്തിനറിയാം നമുക്കത് ആവശ്യമുണ്ടോ, നമുക്കത് വേണ്ടതാണോ എന്ന് ദൈവത്തിന് അറിയാം. ഇനി ഈ പ്രാർത്ഥനയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തോട് ചേർന്ന് നിങ്ങളോട് പറയാം. നമ്മളുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ എഴുതി തരാം. നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട്, അപ്പനോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണോ കർത്താവിനെ നിങ്ങൾ സംബോധന ചെയ്യുന്നത് ആ രീതിയിൽ സംബോധന ചെയ്യുക. പ്രിയ പിതാവേ, അല്ലെങ്കിൽ പ്രിയ അപ്പ, അല്ലെങ്കിൽ ഡിയർ ജീസസ്, എന്താണോ നിങ്ങൾ സംബോധന ചെയ്യുന്നത് ആ സംബോധന ചെയ്തതിന് ശേഷം, ആ സംബോധന എഴുതിയതിന് ശേഷം അടുത്ത ആ ലെറ്റർ, ആ പേപ്പറിൽ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു 4 തുള്ളി കണ്ണുനീരൊഴുകും. വിഷയം പറയണമെന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ വിഷയം നിങ്ങൾ അവിടെ പറയണമെന്നില്ല. നിങ്ങൾ ആ വിഷയത്തിന്റെ മേൽ ഒരു 4 തുള്ളി കണ്ണുനീര് ആ പേപ്പറിൽ ഒഴുക്ക്. അവസാനം എഴുത്, വിശ്വസിച്ചുകൊണ്ട് ദൈവമേ നീ അത് സാധിച്ചു തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് പുഷ്ടപ്പെടും. തീർച്ചയായിട്ടും ആ വിഷയം നടക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏത് വിഷയമായാലും ശരി, ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി കൊണ്ടുവന്നാൽ, അത് അപേക്ഷിച്ചാൽ അതിന്റെ അപ്പുറം ദൈവം കടന്നു പോവില്ല. കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കാരണം ദൈവം, കർത്താവായ യേശുക്രിസ്തു കരഞ്ഞിട്ടുണ്ട്. 3 സ്ഥലത്ത് കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കർത്താവിന്റെ കരച്ചിൽ, ഒന്ന് എബ്രായർ 5:7 വാക്യം ഒന്ന് വായിച്ചു. ദൈവത്തിന് സ്തോത്രം. എബ്രായർ 5:7. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പുരോഹിതൻ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഇത് കരയുന്നത് നമുക്ക് അൽവർ ക്രൂശിൽ മരണത്തിനായിട്ട് പോകുന്നതിന് മുൻപുള്ള ഒരു കരച്ചിലായി, പിതാവിനോട് പറയുന്ന ഒരു കരച്ചിലാണ്. കർത്താവായ യേശുക്രിസ്തു ആദ്യമായിട്ട് കരയുക പിതാവിനോട്, സ്വന്തം പിതാവിനോട് കരയുക, അപ്പ കഴിയുമെങ്കിൽ ഇത് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം. എനിക്ക് ഈ ക്രൂശിലേക്ക് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. ആ മരണവേദന അവൻ മുന്നമേ കാണുക, മുന്നമേ കണ്ടിട്ട് ആ വേദന കണ്ടിട്ട് അവൻ പിതാവിനോട് അപേക്ഷിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണമേ. അവിടെ കണ്ണുനീരൊഴുക്കുകയാണ് കർത്താവ്. പക്ഷെ പിതാവ് ആ പ്രാർത്ഥന കേട്ടില്ല. ആ കേൾക്കാഞ്ഞത് നമ്മുടെ അനുഗ്രഹം, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് പിതാവ് അത് ചെയ്തത്. കർത്താവിനെ കാൽവരി ക്രൂശിലേക്ക് വിട്ടത് നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നും നമ്മൾ പാപത്തിന്റെ അടിമയിൽ കിടന്നേ. ഈ കർത്താവായ യേശുക്രിസ്തുവിന് പകരം വേറൊരാൾ അവിടെ വരാനില്ല എന്ന് പിതാവിന് വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അവിടെ കേൾക്കാതിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് കർത്താവായ യേശുക്രിസ്തു കരയുന്ന രണ്ടാമത്തെ ഒരു കരച്ചിലുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? യോഹന്നാൻ 1:11-35. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നുള്ള ഒരു അനുഭവം. ഞാൻ അത് വായിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട്
അവർ തമ്മിലുള്ള ആ ബന്ധം അത്രമാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സഹോദര ബന്ധം. കർത്താവായ യേശു ക്രിസ്തു അവരുടെ വീട്ടിൽ പലപ്പോഴും പോയിട്ടും അവരുടെ ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടും ഒക്കെയുള്ള ആ ഒരു സഹോദര ബന്ധം ആ ലാസറുമായിട്ടുള്ളത് കൊണ്ടാണ് കർത്താവിന് അവിടെ ചെന്നപ്പോൾ ആ ബന്ധത്തിന്റെ കൂടുതൽ കൊണ്ടാണ് കർത്താവ് അവിടെ കണ്ണുനീര് ഒഴുക്കുവാൻ ഇടയായി തീർന്നു. അവിടെ കണ്ണുനീരൊഴുക്കി ലാസറിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവ് അവിടെ കരയുന്നതായിട്ട് കാണും. ഇനി മൂന്നാമതൊരു കരച്ചിലുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ലൂക്കോസ് 19:41 വായിച്ചു. ലൂക്കോസ് 19:41 വായിക്കണമെന്നില്ല, ഞാൻ പറയാം. യെരുശലേമിലേക്ക് പോയ വഴിയിൽ ദേവാലയത്തിന്റെ അടുത്ത് ചെന്നിട്ട് കരയുന്ന ഒരു കരച്ചിലാണ് അവിടെ കാണുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് ദൈവാലയത്തിന്റെ അടുത്ത് ചെന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു കരഞ്ഞായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് കരയുന്നത് അവിടുത്തെ ആ ദേവാലയത്തിന്റെ അതിന് ചുറ്റുപാടുമുള്ള അവസ്ഥകളും കണ്ടിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു കരയുന്നത്. അവിടെ ദേവാലയത്തിനകത്ത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അവിടെ പുറത്ത് മറ്റു കച്ചവടങ്ങളും ബിസിനസ്സും കാര്യങ്ങളുമാണ്. അത് കണ്ട് ഇന്നത്തെ അവിടുത്തെ ആ സാഹചര്യങ്ങൾ കണ്ടിട്ട് ദൈവത്തിന്റെ കർത്താവിന്റെ ഹൃദയവേദന അവിടെ ഉണ്ടായി, അവിടെ കരഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്നും പലരുടെയും ജീവിതം, പലരുടെയും ഹല്ലേലൂയ, പല ചർച്ചകളുടെയും പല അവസ്ഥകളും പല കർത്താവിന്റെ ദാസന്മാരുടെയും കാര്യങ്ങൾ ഒക്കെ കണ്ട് ദൈവം കരയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, കർത്താവിന് ഹിതമല്ലാത്ത രീതിയിൽ പല പ്രവൃത്തികളും പല വിഷയങ്ങളും ഇന്ന് പല ചർച്ചകളിലും പല സഭകളിലും പല വിശ്വാസികളിലും പല കർത്താവിന്റെ ദാസന്മാരിലും നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ട് കർത്താവായ യേശു ക്രിസ്തു കരയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കരച്ചിലിന്റെ അനുഭവം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വിഷയം വളരെ അതാണ്. അതുകൊണ്ട് നീ കരയുന്നത് അല്ലെങ്കിൽ ഞാൻ കരയുന്നത് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം എന്താണെന്ന്. ആ കരച്ചിലിന്റെ അനുഭവം എന്താണെന്ന് കർത്താവ് അനുഭവിച്ചറിഞ്ഞതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളുടെ മേൽ നാം കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞാൽ അതിനെ മറികടന്ന് ദൈവം പോവുകയില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രിയപ്പെട്ടവള് കർത്താവിനോട് കരയുന്ന ഒരു അനുഭവമുണ്ട്. അതായത് അബ്രഹാം, അതായത് ഹാഗാറിനെ ഒരു കുഞ്ഞിനെയും കൂടെ കുറച്ച് ഒരു അല്പം വെള്ളവും കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ, ആ ചരിത്രമാണ്. പ്രിയമുള്ളവരെ, അവരെ അവിടുന്ന് പറഞ്ഞു വിട്ട് അവര് മുന്നോട്ട് യാത്ര ചെയ്ത് പകുതി വഴിക്ക് ചെന്നപ്പോൾ വെള്ളം കഴിഞ്ഞു, തുരുത്തിയിലെ വെള്ളം തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രിയപ്പെട്ടവള് ഒരു അമ്പിൻപാട് ദൂരത്ത് പിഞ്ചു പൈതലിനെ കൊണ്ട് കിടത്തിയിട്ട് അവളുടെ ആ കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ എന്നുള്ള വേദനയോടുകൂടി എനിക്കതിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്തിപ്പാട് ദൂരത്ത് മാറിയിരുന്നു കൊണ്ട് കരയുന്ന ഒരു കരച്ചിൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവളുടെ വേദന, അവളുടെ ആ കരച്ചിൽ കർത്താവ് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ മേലിലായാലും ശരി, ഏത് പ്രശ്നങ്ങളുടെ മേലിലായാലും ശരി, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആ വിഷയം വെച്ചൊന്ന് ഒന്ന് കണ്ണുനീരൊഴുക്ക്. ഒരു 4 തുള്ളി കണ്ണുനീര് എന്റെ മുന്നിൽ നീ ഒഴിക്ക്. ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കും. അത് യാതൊരു സംശയവും. ഹല്ലേലൂയ. മുന്നോട്ട് ഞാൻ പോകട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വന്നാൽ ആ ഹല്ലേലൂയ, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കരയുന്ന ഒരു കരച്ചിലുണ്ട്. 2 കുരുടർ അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതായ ഒരു അവസ്ഥ. ഹല്ലേലൂയ. അവരെ മറികടന്നു പോയില്ല കർത്താവ്. അവരുടെ നിലവിളി കേട്ടിട്ട് ദൈവം കർത്താവ് അവിടെ നിന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സങ്കീർത്തനങ്ങൾ, ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുവാണെങ്കിൽ അനേക സ്ഥലങ്ങളിൽ ദാവീദ് ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന അവസ്ഥകൾ ഹല്ലേലൂയ സങ്കീർത്തന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം നിങ്ങളോട്. ഹല്ലേലൂയ. ഈ കണ്ണുനീരൊഴുക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ
ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. കഴിഞ്ഞ ജനുവരി മാസം ഹല്ലേലൂയ ഞാൻ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത്, വിദേശത്തായിരുന്നു, അവിടെ രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് കോവിഡിന്റെ പ്രയാസം ചുറ്റുപാട്, ഞാൻ താമസിക്കുന്നതിന് ചുറ്റുപാട് കോവിഡിന്റെ പ്രയാസങ്ങൾ കടന്നു വന്നു. എയർപോർട്ട് അടയ്ക്കുന്നു, ഫ്ലൈറ്റ് സർവീസ് വളരെ കുറവായി തീർന്നു, കമ്പനി ലീവ് ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ പ്രതികൂലമായ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ശരീരത്തിലെ രോഗം വളരെയേറെ മൂർച്ഛിക്കുകയും വളരെ പ്രയാസം അനുഭവിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പല ദിവസങ്ങളിൽ ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയമുള്ളൂ: ദൈവമേ, എന്നെ ഇവിടെ വെച്ച് നീ എടുക്കരുത്. ഹല്ലേലൂയ. എന്നെ ഈ ഭൂമിയിലേക്ക്, ഹല്ലേലൂയ, എൻ്റെ ദൈവമേ, എന്നെ ഈ ഭൂമിയിൽ എന്നെ അടക്കുവാൻ ഇടയാകരുത്. എന്നെ ഇവിടെ വെച്ച് നീ എടുക്കരുത്. എൻ്റെ നാട്ടിൽ കടന്നുപോയി എൻ്റെ മാതാവിനോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒക്കെ ചേർന്ന് ഒരു ദിവസമെങ്കിലും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നീ എൻ്റെ ആയുസ്സിനെ എടുക്കാവൂ എന്ന് ഞാൻ അവിടെ നിലവിളിച്ചു. പ്രിയമുള്ളവരെ, എന്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു. സകല പ്രതികൂലങ്ങളെയും ദൈവം ഒറ്റ ദിവസം കൊണ്ട് വെട്ടിമാറ്റി. കമ്പനി ലീവ് എനിക്ക് ഉടനെ സാങ്ഷനാക്കി. ഹല്ലേലൂയ. എയർപോർട്ടിൽ എനിക്ക് കടന്നു വരുവാൻ സാധിച്ചു. ടിക്കറ്റ് എടുത്തു. പെട്ടെന്ന് നാട്ടിൽ കടന്നു വരുവാൻ സാധിച്ചു. ഒരാഴ്ച ഞാൻ ക്വാറന്റൈൻ ഇരുന്നു. പെട്ടെന്ന് അടുത്ത അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു മേജർ സർജറി കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഞാൻ ആരോഗ്യത്തോടെ ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞ എന്റെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏത് ആവശ്യങ്ങളുമായിക്കോട്ടെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജോലിക്ക് വേണ്ടിയാണോ? ഹല്ലേലൂയ. നിന്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയാണോ? ഹല്ലേലൂയ. ഒരു ഭവനത്തിന് വേണ്ടിയാണോ? നിന്റെ രോഗാവസ്ഥയിലാണോ? ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, അതിന്റെ മുന്നിൽ ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുക. കണ്ണുനീരൊഴുക്ക് ദൈവം അവിടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുനീർ തൂങ്ങുമ്പോൾ മനസ്സലിയുമെന്നായ സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവിനോട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയണം. പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ആവശ്യകത, അവന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിയായിരിക്കും ദൈവം പ്രവർത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിനറിയാം. ദൈവം അത് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയണമെന്നില്ല. നമ്മളെ എല്ലാം, നമ്മുടെ ആദിയോട് അന്തം എല്ലാം അറിയാവുന്ന ദൈവമാണ്. ആ കർത്താവിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാം. ഹല്ലേലൂയ. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരിക്കും തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി മറ്റൊന്ന്, ദൈവത്തിനോട് ചെന്ന്, കർത്താവിനോട് ചെന്ന് നമ്മളൊരു കാര്യം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നാമും കർത്താവും തമ്മിലുള്ള ആ ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അത് നമുക്ക് ബോധ്യമാവണം. ഒരു മകന് ചെന്ന് പിതാവിനോട് ചോദിക്കാനുള്ള അർഹത എത്രമാത്രമുണ്ട്. ഹല്ലേലൂയ. അപ്പൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഒരു മകന് മാത്രമേ അപ്പനോട് ചെന്ന് ചോദിക്കാൻ പറ്റൂ. അപ്പനെ അനുസരിക്കാത്ത ഒരു മകന് ഒരു കാര്യവും ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ചോദിക്കാതെ, അങ്ങനെ ഉള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പനോട് ചോദിക്കണമെങ്കിൽ നമുക്ക് അപ്പന്റെ അനുസരണത്തിൽ നമ്മൾ വളരുന്നവരായിരിക്കും. അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കും. അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യസമേത അപ്പന്റെ അടുത്തോട്ട് ചെന്ന്, നമ്മുടെ കർത്താവിന്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ഇനി ഇവിടെ വേറൊരു വിഷയമുള്ളത്, കർത്താവിൽ നിന്നും പിന്മാറ്റാവസ്ഥയിൽ പോയവർ അല്ലെങ്കിൽ പാപികളായവർ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ? പാപിയായ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? തീർച്ചയായിട്ടും കേൾക്കും. പാപിയായ വ്യക്തി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ പാപിയായ വ്യക്തി അവൻ എവിടെയായിരിക്കുന്നോ, ഏത് ഭാവാവസ്ഥയിലായിരിക്കുന്നോ അവിടെ നിന്ന് റിട്ടേൺ തിരിച്ചുകൂടെ വരണം. അതാണ് മുടിയൻ പുത്രന്റെ അവസ്ഥ. നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന മുടിയൻ പുത്രന്റെ കഥ അതാണ്.
അവൻ അപ്പന്റെ അടുത്ത് നിന്നും അവൻ പിൻവാങ്ങിപ്പോയി, ഉള്ള ഷെയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, മൊത്തം നശിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ തിരിച്ച് അവിടെ നിന്നുകൊണ്ട് അവൻ ചിന്തിച്ചു, അപ്പന്റെ സന്നിധിയിൽ കടന്നു ചെന്ന്, അപ്പന്റെ വീട്ടിൽ കടന്നു ചെന്ന് അപ്പന്റെ ഒരു വേലക്കാരനെ പോലെങ്കിലും, ഞാൻ എന്റെ നാടൻ ഭാഷയിൽ പറയാം, അപ്പന്റെ ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ അവിടെ കണ്ടാൽ മതി എന്നുള്ള ചിന്തയിൽ അവൻ മടങ്ങി വന്ന അപ്പനോട്, അപ്പാ ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു അപ്പന്റെ കാൽക്കൽ വീഴുന്നു. ഹല്ലേലൂയ, നീ ഏത് പിന്മാറ്റ അവസ്ഥയിലായാലും ഹല്ലേലൂയ, നീ അവിടെ നിന്ന് റിട്ടേൺ മടങ്ങി വരിക. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തോട് നീ ഏറ്റുപറഞ്ഞ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ പറയട്ടെ, അവിടെ ആ മകൻ തിരിച്ചു വന്നിട്ട് ആ മകനോട് അപ്പൻ എന്താ പറഞ്ഞത്? അപ്പന് ആ മകനോട് അവന്റെ പാവങ്ങളെല്ലാം അവൻ ക്ഷമിച്ചിട്ട് അവന് വേണ്ടതെല്ലാം നൽകി. അവന്റെ കയ്യിൽ മോതിരം ഇട്ടുകൊടുത്തു, അവന്റെ കാലിൽ ചെരുപ്പ് കൊടുത്തു, അവന് നല്ല ഡ്രസ്സ് കൊടുത്തു. ഹല്ലേലൂയ, നല്ല തടിച്ചു കൊടുത്ത് ഒരു മൃഗത്തെ, ഒരു കാളക്കുട്ടിയെ അറുത്ത് അവന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇതിലേതെങ്കിലും അവൻ ചോദിച്ചിട്ടാണോ ആ അപ്പൻ കൊടുത്തത്? ഹല്ലേലൂയ, എന്റെ വിരലിൽ മോതിരമിട്, എന്റെ കാലിൽ ചെരുപ്പിട്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എനിക്ക് ഒരു പുതിയ ഡ്രസ്സ് താ, അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി താ എന്ന് ഈ മകൻ അപ്പനോട് ചോദിച്ചോ? ഇല്ല. തിരിച്ചവൻ വന്ന് അവന്റെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പന് അറിയാം, ഹല്ലേലൂയ, നിനക്ക് എന്തൊക്കെ വേണം. നീ ഏതവസ്ഥയെ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഹല്ലേലൂയ, പിന്നാറ്റ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ജീവിതത്തിന്റെ കുറവുകൾ ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങി വരണം. ആ കുറവുകളെ മാറ്റി പിതാവിനോട് വന്ന, അപ്പ എനിക്ക് ഇങ്ങനൊരു കുറവ് സംഭവിച്ചു പോയി, എനിക്ക് ഇങ്ങനൊരു ജീവിതത്തിൽ കുറവ് സംഭവിച്ചു പോയി എന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിലവിളിച്ചിട്ട് കർത്താവിനോട് നീ അപേക്ഷിക്ക്, അവൻ നിനക്ക് നിന്റെ ആവശ്യങ്ങളെ നടത്തിത്തരും. സ്തോത്രം. യാതൊരു സംശയമില്ല. എന്റെ ദൈവത്തിനൊന്നും അസാധ്യമായതില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമേയില്ല. നിർജീവങ്ങളെ ജീവനുള്ളതാക്കി നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, നിർജീവമായതിനെ ജീവനുള്ളതാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതിനൊരു ദൃഷ്ടാന്തം കർത്താവ് യേശു ക്രിസ്തു പല വിഷയങ്ങളും ഉപമയിലൂടെ ആണല്ലോ പറഞ്ഞത്. ഞാൻ അതിനൊരു ദൃഷ്ടാന്തം പറയാം. എന്റെ അനുഭവമാണ്, എന്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ച. അതല്ലേ, ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഞാൻ ഈ കൊല്ലത്ത് ചിന്നക്കടയിൽ ചെന്നിറങ്ങുന്ന സമയത്ത്, അതായത് കൊല്ലത്ത് ചിന്നക്കട ഈ റെയിൽവേ സ്റ്റേഷന്റെ ഗുഡ്സ് വരുന്ന പാളം, ആ റെയിൽവേ ട്രാക്ക് ചിന്നക്കട വരെ നീണ്ടു കിടപ്പുണ്ട് കുറച്ച് ഭാഗം. അതായത് ഈ ഗുഡ്സിന്റെ ആ ഏരിയയില് ഗുഡ്സുകൾ കൊണ്ടുവന്ന് ഇറക്കുന്ന ആ ഭാഗത്ത് ഈ കച്ചടയായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ റെയിൽവേ ട്രാക്കിൽ വിട്ട് തള്ളുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ അവിടെ കൊല്ലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഗുഡ്സ് ട്രെയിനിനകത്ത് വന്ന കുറെ മുട്ട, അന്ന് ഈ കൊട്ടയ്ക്കകത്താണ് ഈ മുട്ട വരുന്നത്. ഇന്നത്തെ പോലുള്ള ട്രേ അല്ല, കൊട്ടയ്ക്കകത്താണ് ഈ മുട്ട വരുന്നത്. അപ്പോൾ കുറെ മുട്ട ഈ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത് കണ്ടു. അതായത് ഈ പക്ഷിപ്പനിയോ എന്തോ സംഗതി അങ്ങനെ ഉള്ളത് കൊണ്ട് അവര് അതിനെ വേസ്റ്റായിട്ട് തള്ളി. അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന മുട്ട ഞങ്ങൾ ചില ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇത് നോക്കിയപ്പോൾ അവിടെ എല്ലാം ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കും. അന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു ന്യൂസായിരുന്നു. ഞങ്ങൾ എന്താ കണ്ണ് ദൃക്സാക്ഷികളാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നടക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 21 ദിവസം ഒരു കള്ളക്കോഴിയുടെ ചൂട് അനുഭവിച്ചെങ്കിൽ മാത്രമേ ഒരു മുട്ട വിരിയൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ പുതിയ ടെക്നോളജി അനുസരിച്ച് ബൾബിന്റെ ചൂടോ ലൈറ്റിന്റെ ചൂടോ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഒരു മുട്ട വിരിയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സർവശക്തനായ അവൻ സൃഷ്ടിച്ച സൂര്യന്റെ ചൂട്
Yes. ആ മുട്ടയിലേക്ക് അടിച്ചപ്പോൾ ആ മുട്ട കുഞ്ഞുങ്ങളായി മാറി. സ്തോത്രം. നിർജീവങ്ങളെ ജീവനുള്ളതാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമോ? Yes. Yes. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? Amen. ജീവിക്കും. Yes. ഹല്ലേലൂയ. Yes. ഹല്ലേലൂയ. അതിന് തൊക്കും മാംസവും പിടിപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ, നിർജീവങ്ങളെ ജീവനുള്ളതാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, നിന്റെ ഏത് വിഷയവുമാകട്ടെ, നടക്കത്തില്ലെന്ന് നിനക്ക് തോന്നുന്ന വിഷയങ്ങളായാലും അത് ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി നടത്തിത്തരും. വിശ്വസിക്കുക. നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നാമത് അപ്പന്റെ പ്രിയ മകനായിരിക്കണം, അല്ലെങ്കിൽ പ്രിയ മകളായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനായിരിക്കണം. ഇനി അതിനെ കുറിച്ച് 1-2 പോയിന്റ് കൂടെ ഞാൻ പറയട്ടെ. എന്താണ് ഈ കൽപ്പനകൾ? നാം എല്ലാവരും 10 കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. ഈ 10 കൽപ്പനകൾ കൂടാതെ ചില കൽപ്പനകളുണ്ട്. നാം അത് മറന്നുപോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു കൽപ്പനയാണ്. അതിനുവേണ്ടിയാ എന്നെ നിന്നെ വീണ്ടെടുത്തത്. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം ചങ്കിലെ ചോര വിലക്ക് കൊടുത്ത് വാങ്ങിച്ചത് എന്നെ നിങ്ങളെ വാങ്ങിച്ചത് എന്തിനു വേണ്ടിയാ? ഇവിടെ കുറെ നാൾ ജീവിച്ച് സുഖിച്ച് സന്തോഷിച്ച് പാട്ടും പാടി കൊട്ടിപ്പാടി അങ്ങ് പോകാനാമോ? അല്ല, അവനെ സ്തുതിക്കണം. സാറാഹുകൾ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതവന് വേണ്ട. അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഞാനും നിങ്ങളും വേണം അവനെ സ്തുതിക്കാൻ. എത്ര പേര് സ്തുതിക്കുന്നുണ്ട്? ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ നീ ഉറക്കത്തിന് വേണ്ടി കളയുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ 16 മണിക്കൂർ. ആ 16 മണിക്കൂറിൽ നീ എത്ര സമയം ദൈവത്തെ സ്തുതിക്കാറുണ്ട്? ഞാൻ ഉൾപ്പെടെ എന്നെ കൂട്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര നേരം ഈ 16 മണിക്കൂറിൽ നാം സ്തുതിക്കാറുണ്ട് ദൈവത്തെ? ഹല്ലേലൂയ. സ്തുതിക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്തോത്രം. നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നല്ല ഭക്ഷണം തന്നതിന് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം ചെയ്യണം. നല്ല വസ്ത്രം തന്നതിന് ദൈവത്തെ സ്തുതിക്കണം. നല്ല ജീവിതത്തിന് വേണ്ടി ദൈവം നമുക്ക് നല്ല ഭവനം തന്നതിന് ദൈവത്തെ സ്തുതിക്കണം. ഏത് സാഹചര്യത്തിലായാലും, എവിടെയായാലും, ഏത് അവസ്ഥയിലായാലും ശരി, ദൈവത്തെ സ്തുതിക്കുവാൻ നാം മറന്നു പോകുന്നവരല്ല. ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഒരു ദിവസം എത്ര നേരം സ്തുതിക്കാറുണ്ട്? ഹല്ലേലൂയ. പലരും ഈ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കി. എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തെ സ്തുതിക്കും? ചില ഈ കോട്ടുവ വിടുന്ന സമയത്ത്, വായിക്കോട്ടുവ വിടുന്ന സമയത്ത് അതിന്റെ അവസാനം, എന്റെ തലമുറക്കാരാ, ഇപ്പോഴത്തെ തലമുറക്കാരത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ തലമുറക്കാരൊക്കെ സാധാരണ വായിക്കോട്ടുവ വിടുന്ന സമയത്ത് അതിന്റെ അവസാനം വന്ന് ദൈവത്തെ ഒരു സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞ്, അങ്ങനെ ക്ഷീണത്തിന്റെ അവസാനം വന്നിട്ട് ആ ദൈവമേ സ്തോത്രം പറയും. അത് ഉൾപ്പെടെ നിങ്ങളൊന്ന് നോക്കിയോ എത്ര സ്തോത്രം പറയുന്നു. നാം ചിന്തിക്കണം. ദൈവമക്കളെ നാം ചിന്തിക്കുക. ഞാൻ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതൊരു കുറവായിട്ടാണ് ദൈവം കാണുന്നത്. രണ്ടാമത്തെ വേറൊരു കുറവുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, സ്തുതിക്കാതിരിക്കുന്നത് ഒരു പാവം, ഒരു തെറ്റാണ്. രണ്ടാമത്തെ, ഞാൻ ഒരുപാടുണ്ട്, ഞാൻ ഒരു പ്രധാനപ്പെട്ട 2 കാര്യം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ദൈവത്തിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാ കേൾക്കുന്നത്? നമ്മൾ മൊബൈൽ ഓണാക്കിയാൽ പലതും കേൾക്കാറുണ്ട്, ഇല്ലേ? മൊബൈൽ ഓൺ ചെയ്ത് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. സ്തോത്രം. അതുപോലെ ദൈവത്തിൽ നിന്ന് എന്താ കേൾക്കുന്നത്? ഈ തിരുവചനം. അതാ ദൈവം നമ്മളോട് സംസാരിക്കാനുള്ളത് തിരുവചനമാണ്. തിരുവചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എത്ര നേരം, എത്ര സമയം നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്? ദിവസം ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ വായിക്കാറുണ്ടോ പ്രിയമുള്ളവർ? ഹല്ലേലൂയ. സ്തോത്രം. കുറവാണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറവാണത്. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കണം. അതിനുവേണ്ടി നാം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി അല്പനിമിഷം സന്നിധിയിൽ ഇരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ
ദൈവം നമ്മോട്, കർത്താവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പല കുറവുകൾ ഈ സുവിശേഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ, ലേഖനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിന്റെ കുറവ്, അസൂയ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള കുറവുകൾ നാം ദൈവസന്നിധിയിൽ, എഴുതപ്പെട്ട പാവങ്ങളല്ല, അതിനപ്പുറമായിട്ട് ഇങ്ങനെയുള്ള കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ്, സ്തോത്രം, 69 സങ്കീർത്തനത്തിൽ 2-ാം വാക്യം ഒന്ന് വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് ചെന്ന് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റത്ത് ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ദാവീദ് അത് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ ഭൂമിയായ പലയിടത്തും കറങ്ങിത്തിരിഞ്ഞ്, ഹല്ലേലൂയ, ജോലിയോടുള്ള ബന്ധത്തിലായാലും ഏതവസ്ഥയിലായാലും ശരി, ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, അനേകം വാതിലുകളിൽ നീ മുട്ടിയിട്ടുണ്ടാകും, അനേകരെ നീ കണ്ടിട്ടുണ്ടാകും. രോഗാവസ്ഥയിലാണെങ്കിൽ അനേക ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിക്കാണും, അനേകം ഡോക്ടർമാരെ കണ്ടു കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് വിഷയത്തിലും ഭൂമിയുടെ പല ഭാഗങ്ങളിലും പലയിടത്തും പോയി എല്ലാവരെയും കണ്ടു, പലയിടത്തും പലരെയും സമീപിച്ചു. ഹല്ലേലൂയ. ഒരു നിവൃത്തിയുമില്ല. അവസാനം ഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യും? ഇനി ആരെ കാണും? ഏത് ഡോക്ടറെ കാണും? ഏത് ജോലിക്ക് വേണ്ടി ഏത് വഴി മുട്ടും? ഏത് ഡോറെ മുട്ടും? പല കമ്പനികളിലും കയറി ഇറങ്ങി, പല അവസ്ഥകളിലും പോയി, പലരെയും കണ്ടു. ഹല്ലേലൂയ. അവസാനം ഭൂമിയുടെ അവസാനം വരെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അടുത്ത സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇല്ല. ഭൂമി മൊത്തം നീ കറങ്ങി കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് നീ ഉയരങ്ങളിലേക്ക് നിന്റെ കണ്ണും ഉയർത്തും. അവിടെയാണ് ദാവീദ് പറയുന്നത്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്, എനിക്കിനി അങ്ങോട്ട് ചൂട് വയ്ക്കുവാനില്ല. പല വാതിലുകൾ ഞാൻ മുട്ടി, പലയിടത്ത് പോയി, പലരെ കണ്ടു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നിന്റെ അവസ്ഥ എന്തായിത്തീരും? എന്താണ്? ഏത് സാഹചര്യമാണെങ്കിലും നീ ആ ഉയരത്തിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്തും. നിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വീഴട്ടെ. ഹല്ലേലൂയ. നീ കരഞ്ഞ് പ്രാർത്ഥിക്ക്, അപേക്ഷിക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് കഴിയാത്തതൊന്നുമില്ല. പ്രിയമുള്ളവർ, ജീവങ്ങളെ ജീവനുള്ളതാക്കി തീർക്കുവാൻ അവന് കഴിയും. ഇല്ലാത്തടത്തുനിന്ന് ഉള്ളതുപോലെ മുളപ്പിക്കുവാൻ അവന് കഴിയും. ഹല്ലേലൂയ. നിനക്ക് ജോലി വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. സാമ്പത്തിക വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്? ഭവനമില്ലാതെയാണോ കഷ്ടപ്പെടുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭവനത്തിൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടോ? ഹല്ലേലൂയ. ഏതുമാകട്ടെ, ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വയ്ക്ക്. കണ്ണുനീരിൽ അവിടെ ഒഴുക്ക്. പ്രവർത്തിക്കണമേ. നിന്റെ ഏത് സാഹചര്യത്തിലായി, നിന്റെ ഏത് അവസ്ഥയിലാണ്, ദൈവത്തോട് നീ പറ്റിച്ചേർന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ
ഹല്ലേലൂയ, അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ, ഒരു നാളും അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ, നിന്റെ ഏത് സാഹചര്യത്തിലായാലും യെസ്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. യെസ്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ യെസ്. ഹല്ലേലൂയ, അനേക പ്രിയപ്പെട്ടവർ കഷ്ടതയിലും ഭാരത്തിലും പ്രയാസത്തിലുമാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് കരയും. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊള്ളാം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, സ്തോത്രം, പ്രവർത്തിപ്പാൻ ശക്തൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലാണ് ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ദൈവം നിന്നോട് ഹല്ലേലൂയ കരുണ ചെയ്യും. നീ ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നിന്നോട് അടുത്ത് വരും. ഒരു വാക്തത്വം പോലും അവൻ വെറുതെ ഒരു വാക്തത്വം പോലും അവൻ ഹല്ലേലൂയ നിവർത്തിക്കാതെ ഇരുന്നിട്ടില്ല. നീ അവനോട് അന്ന് അടുത്താൽ മതി, അവൻ നിന്നോട് അടുത്ത് വരും. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ഈ രാത്രി ഹല്ലേലൂയ, ദൈവജനമേ, നിങ്ങളുടെ അവസ്ഥകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറയും. നിങ്ങളുടെ അവസ്ഥകളെ ദൈവസന്നിധിയിൽ ഒന്ന് കുറവുകളെ ഏറ്റുപറയും. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയായിരുന്നാലും ഹല്ലേലൂയ, ദൈവത്തിനു വേണ്ടി ഇനിയുള്ള നാളുകൾ ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കും. എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നുള്ള ഉൾനട്ട ബോധം. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഹല്ലേലൂയ, അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിച്ചാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ദേഷ്യപ്പെടാറില്ല, കർത്താവ് ദേഷ്യപ്പെടാറില്ല, കർത്താവിന് കുശുമ്പില്ല, കർത്താവിന് ഹല്ലേലൂയ സ്നേഹമില്ലാതില്ല. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ആ കർത്താവ് നമ്മിൽ വസിച്ചാൽ നമ്മുടെ കുടുംബം സന്തോഷകരം. ഹല്ലേലൂയ. ഞാൻ പറയും, ഒരു മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട്, വിവാഹ സുരക്ഷയിലാണെന്ന് തോന്നുന്നു. ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ഹല്ലേലൂയ, വീട്ടിലെ ഭർത്താവിന്റെ ഉള്ളിൽ ക്രിസ്തുവാണ്. ക്രിസ്തുവാ ജീവിക്കുന്ന ഭർത്താവിന്റെ ഉള്ളിൽ. ഭാര്യയുടെ ഉള്ളിൽ ക്രിസ്തുവാ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങും ഇല്ല. രണ്ടുപേരുടെ ഉള്ളിൽ താമസിക്കുന്ന ആരാ? ഉള്ളിലുള്ള ആരാ? ക്രിസ്തുവാ. പിന്നെ അവര് തമ്മിൽ പിണങ്ങും. കർത്താവിനുള്ളത് കർത്താവിന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഭർത്താവ് പറയും, കർത്താവിന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഭാര്യ പറയും, കർത്താവിന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ മക്കൾ പറയും. അല്ലെങ്കിൽ അവിടെ ഒരു പിണക്കമില്ല, അവിടെ ഒരു വിഷമമില്ല, ആ ഭവനത്തിൽ സന്തോഷമേ ഉള്ളൂ. നിന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു ആയിരിക്കണം ജീവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നീ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. അതിന് യാതൊരു സംശയമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഈ നാളുകൾ ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, കർത്താവേ, ഞാൻ ഇനി നിനക്ക് വേണ്ടി ജീവിക്കും, നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഈ നാളുകൾ അതിനുവേണ്ടി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം എനിക്ക് നൽകിയ കർത്താവിന്റെ ദാസനും സഭയ്ക്കും എന്റെ ഹൃദയമായ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളെ ഓർക്കുക. നിങ്ങളുടെ ചർച്ചിനെ, നിങ്ങളുടെ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ഞാനും പ്രാർത്ഥിച്ചുകൊള്ളാം. കുടുംബമായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു അനുഗ്രഹപ്പെട്ട കർത്താവിന്റെ വചനമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ കൃപയൊരുക്കിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ആമേകാലിലെ ചിന്തിക്കുന്ന ഓരോ വിഷയങ്ങൾ ഇന്ന് വെളിപ്പെടുത്തി തന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. നീ കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ട് മാറിപ്പോകുന്ന ഒരു യേശുവിനെ അല്ല നീ ആരാധിക്കുന്നത്. ആ കണ്ണുനീരിന് വില തന്ന്, ആ കണ്ണുനീര് തുടച്ചു മാറ്റി, ആ കണ്ണുനീര് ഓരോ തുള്ളിയും വില കണ്ട് നിനക്ക് മറുപടി തരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം, എനിക്ക് അങ്ങനെ ഒന്ന് മാറണം. എന്റെ യേശു എന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. മനുഷ്യനല്ല എന്റെ കണ്ണുനീര് കാണുന്നത്. മനുഷ്യന്റെ ഫ്രണ്ടിലല്ല ഞാൻ കരയേണ്ടത്, എന്റെ ജീവനുള്ള യേശുവിന്റെ ഫ്രണ്ടിലാണ് ഞാൻ കരയേണ്ടത്. എന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്റെ ബന്ധുമിത്രാദികൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ എന്റെ നാട്ടുകാർക്കോ ഒന്നും എന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയത്തില്ല. എന്റെ യേശുവിനെ മാത്രമേ തുടയ്ക്കുവാൻ കഴിയത്തുള്ളൂ. യേശു തുടച്ചാൽ മാത്രമേ എനിക്കതിനകത്ത് തൃപ്തി വരത്തുള്ളൂ.
ഇന്ന് രാത്രി ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ കണ്ണുനീര് വെറുതെ ആവത്തില്ല. നിങ്ങളെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ദൈവമേ കർത്താവേ, നാച്ചാനതെ ഒരുക്കിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നന്ദി പറയുന്നപ്പ. ദൈവമേ കർത്താവെ, ഞങ്ങൾക്കായി കൊണ്ടുവന്നതിന് അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം കർത്താവേ. ആ വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ. ദൈവമേ കർത്താവെ, ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവമേ കർത്താവെ, ഒരു പുതിയൊരു ഓപ്പണിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവമേ രോഗങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവമേ നിന്നയും പരിഹാസവും മാറുവാൻ വേണ്ടി കണ്ണുനീരെടുക്കുന്ന ദൈവമക്കളെ, സാമ്പത്തികമായി ഭാരപ്പെടുന്ന ദൈവമക്കളെ, ഭവനമില്ലാത്തവരെ, ഇന്ന് എല്ലാവരുടെയും വിഷയത്തിനകത്ത് യേശു ഒരു മറുപടി തരാൻ പോവാ. യേശു ഒരു മറുപടി തരാൻ പോവാ. ഈ പ്രതികൂലം നിനക്ക് തന്നിരിക്കുന്നത് വലിയൊരു നന്മയിലേക്ക് കൊണ്ടുവരുവാനാ, ഒരു വലിയൊരു അത്ഭുതത്തിലേക്ക് കൊണ്ടുവരുവാനാ. ഇന്ന് രാത്രി ആ വചനത്തെ ഒന്ന് പൂർണ്ണമായി ഏറ്റെടുത്ത് പാർട്ടിന് ആ ദൈവത്തിന്റെ സകല മഹത്വവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവാ. ആ ദൈവത്തിന്റെ വലിയ കൃപ വെളിപ്പെടട്ടെ കർത്താവേ. ഈ വചനങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തട്ടെ കർത്താവേ. ദൈവമേ കർത്താവേ, യേശു അത്ഭുതങ്ങളെ ചെയ്തപ്പോൾ, ദൈവമേ കർത്താവേ, യേശു സ്നേഹിതനെ ജീവനോട് പുറത്തു കൊണ്ടുവന്നപ്പോൾ യേശു അവിടെ കരഞ്ഞു എന്ന് പറയുന്നു. ദൈവമേ കർത്താവേ, എങ്കിൽ ആ കണ്ണുനീരിന് ഒരു വിലയുണ്ട്. ഇന്ന് പ്രിയ ദൈവത്തിൽ നിങ്ങൾ ഓരോ കണ്ണുനീരുമേലും ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോവാ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി ഇന്ന് പൂർണ്ണമായി ഒന്ന് ഏറ്റെടുത്തു ദൈവമക്കളെ. ദൈവജനത്തിന്റെ ഒരു വലിയ വിടുതൽ, ദൈവമക്കളുടെ വലിയൊരു വിടുതൽ ഇന്ന് രാത്രി ദൈവം ഒരുക്കും. ഒരു അത്ഭുത സാക്ഷ്യമാണ്. ദൈവമേ കർത്താവെ, ഈ ആഴ്ച തീരാറായുക. ദൈവമേ കർത്താവെ, അപ്പ ഞങ്ങളെ ഫ്രണ്ടിന് 2 ദിവസത്തോടെ ഉള്ളൂ. ദൈവമേ, ഈ ആഴ്ച തീരുമ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ഞങ്ങൾ കയറുമ്പോൾ ഈ വചനത്താൽ ഞങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങൾക്ക് ഒരു അത്ഭുതമായെന്ന് പറയുന്ന രീതിയിൽ, ഒരു അത്ഭുതമായെന്ന് പറയുന്ന രീതിയിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കണ്ണുനീരിൽ തൊടാൻ പോവാ. ആ കണ്ണുനീരിന് ഒരു മറുപടി തരാൻ പോവാ. ആ കണ്ണുനീരിൽ വെച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു മറുപടിയോട് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വലിയ മഹത്വം ഉണ്ടാവട്ടെ, എല്ലാ കൃപകളും ഉണ്ടാവട്ടെ. ദൈവം അങ്ങനെ ഒരുക്കിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ കർത്താവെ കടന്നു വന്ന അച്ഛനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ ആ കുടുംബത്തിന് ഇരട്ടി നന്മകൾ ദൈവം പകരട്ടെ. ദൈവമേ കർത്താവെ, 2 മക്കളുണ്ട്. അമികാലിലെ 2 മരുമക്കൾ, കുഞ്ഞ് അമികാലിലെ സ്തോത്രം. ആ കുടുംബത്തെ അമ്മച്ചി, ആ കുടുംബത്തെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ വാക്തത്വം ദൂതുകളും ആ കുടുംബത്തിനകത്ത് ഇരട്ടിയായി ഒരുക്കട്ടെ. സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവജനത്തെയും ദൈവമക്കളെയും ഇന്നത്തെ ഈ പകലും രാത്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു അനുഗ്രഹമാക്കി തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമം ജയമെടുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.